നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഗാന്ധി എങ്ങനെയാണ് മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും അത് വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടതില്ലെന്നും സിലബസിൽ നിന്ന് ഗാന്ധിവധം ഒഴിവാക്കിയതിനെ ന്യായീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്തിൻ്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നത് എന്നും പ്രസംഗിച്ചതിന് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനെ തടഞ്ഞു നിർത്തി മാപ്പ് പറയിക്കാൻ നോക്കിയത് കേരളത്തിലെ സംഘപരിവാരങ്ങൾ. മഹാത്മാഗാന്ധിയുടെ കൊലപാതക ഗൂഢാലോചന അന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴാണ് സിലബസ് തിരുത്തിയും ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പാഠഭാഗങ്ങൾ നീക്കം ചെയ്തും പ്രസംഗിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും ഗാന്ധിജിയുടെ ചെറുമകനെ പോലും വഴിയിൽ തടഞ്ഞ് മാപ്പ് പറയിക്കാൻ നോക്കിയും സംഘപരിവാറിൻ്റെ തറപരിപാടികൾ. രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ജീവിതം ഉഴിഞ്ഞുവെച്ച ഗാന്ധിജിയെ വെറുതെ വിടാത്തവർ കൊച്ചുമകനെ വെറുതെ വിടുമോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് അന്വേഷിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM-നെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഷിജു ഖാൻ, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ MJ ശ്രീചിത്രൻ എന്നിവർ. ഏറ്റവും ആദ്യം മിഥുൻ വിജയകുമാറിലേക്ക് പോവുകയാണ്. മിഥുൻ, RSSനെ തള്ളിപ്പറയാതെ എങ്ങനെയാണ് ഗാന്ധിജിയുടെ കൊച്ചുമകന് ഒരു പ്രസംഗം നടത്താനാകുക? അത് കേരളത്തിൽ നടത്തുമ്പോൾ അത് മാപ്പ് പറയാതെ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന സംഘപരിവാരത്തെ എങ്ങനെയാണ് വെറുതെ വിടാനാകുക? നോക്കൂ ഡോക്ടർ ലാൽ, തുഷാർ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ RSSന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട്. അപ്പൊ തുഷാർ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, RSSനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? RSSനെ വിമർശിക്കുന്നത് ശരി, RSSനെ വിമർശിച്ചുകൊള്ളൂ, അവരെ വിമർശിക്കാം, അവർ വിമർശനത്തിന് അതീതരൊന്നുമല്ല. പക്ഷെ RSSനെ വിമർശിച്ചു കഴിഞ്ഞാൽ RSS പ്രതികരിക്കാൻ പാടില്ല, അവർ മിണ്ടാതിരിക്കണം, അവർ വാമൂടിയിരിക്കണം, കാരണം ഇത് ഗാന്ധിജിയുടെ കൊച്ചുമകനാണ് എന്ന യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം കിടക്കുന്നത്. കാരണം ആശയപരമായ എതിർപ്പുകളെ രേഖപ്പെടുത്താനാണ് ഇവിടെ RSS ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അവർ ജനാധിപത്യപരമായ ഒരു കാര്യം അവരവിടെ ചെയ്തു, അവർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അത് തുഷാർ ഗാന്ധിയോട് തന്നെ രേഖപ്പെടുത്തേണ്ടിയിരുന്നു. അപ്പൊ അവരത് നേരിട്ട് തന്നെ അവർ എക്സ്പ്രസ് ചെയ്തു. അത് അവര് എന്താ പറയുക, അതിനൊരു അതിലൊരു മര്യാദ മാപ്പ് പറയാതെ ഇവിടുന്ന് മുന്നോട്ട് പോകാനാകില്ല, ഇത് പിൻവലിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് തടയുന്നതാണോ ജനാധിപത്യപരമായ പ്രതിഷേധം? അല്ല, അത് ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം തന്നെയാണ്. അതിലൊരു വയലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്രമകരമായ എന്തെങ്കിലും കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ അവരുടെ ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നത് അവരുടെ ആവശ്യമാണ്. അത് വളരെ ന്യായമായ രീതിയിൽ ഒരു പ്രതിഷേധത്തിലൂടെ അവർ പറയുന്നു. അതിനെയാണോ വളച്ചൊടിച്ച് തടഞ്ഞു നിർത്തുന്നതും സഞ്ചരിക്കാൻ സമ്മതിക്കാതെ മുന്നോട്ട് പോകാനാകാതെ മാപ്പ് പറയാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തുന്നത് എങ്ങനെയാണ് വയലൻസ് അല്ലാതാകുന്നത്? അല്ല, ഇവിടെ CPIM-ഉം കോൺഗ്രസും ഒക്കെ കാണിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ CPIM ആർക്കൊക്കെ നേരെ പ്രതിഷേധിക്കുന്നു, ഇവിടെ ഗവർണർക്ക് നേരെ CPIM-ന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പം ഈ പറഞ്ഞ പോലെ ഒന്നും തോന്നിയില്ലല്ലോ. ഗവർണർ എന്ന് പറഞ്ഞ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ് ശരിക്കും. ഗവർണറെ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ, ഗവർണറുടെ മുമ്പിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തി ഈ പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആര് തടഞ്ഞു എന്നാണ്? കോഴിക്കോട് മിഠായിത്തെരുവ് ഓർമ്മയുണ്ടോ? കോഴിക്കോട് മിഠായിത്തെരുവിൽ ഗവർണർ വന്നപ്പം അവിടെ ഉണ്ടായ പ്രതിഷേധം ഏത് രീതിയിലുള്ളായിരുന്നു? അവിടെ ഗവർണർ ആരാണ് മുമ്പോട്ട് പോകാനാകാതെ, കാറിൽ കയറാനാകാതെ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് മിഠായിത്തെരുവിൽ ആര് തടഞ്ഞു എന്നാണ്? ഗവർണറെ അപമാനിച്ച രീതി, അതായത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ അപമാനിച്ച രീതി നമ്മൾ കണ്ടതാണ്. അല്ല, അപമാനം ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്നതാണ്. അപമാനിച്ചതാണോ പ്രതിഷേധിച്ചതാണോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ തുഷാർ ഗാന്ധിയെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ, കാറിൽ കയറാൻ അനുവദിക്കാതെ മാപ്പ് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരോടാണെന്നുള്ളതും വലിയ പ്രശ്നമാണ്. ആരോടാണെന്നുള്ളതും മിഥുൻ ചോദിച്ചല്ലോ. ഗാന്ധിയുടെ കൊച്ചുമകനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. ഗാന്ധിജിയുടെ കൊച്ചുമകനൊരു പ്രിവിലേജ് ഇല്ലേ? ഗാന്ധിജി ആരാണ് നമുക്ക്?
താങ്കളുടെ അജണ്ട എന്താണെന്നും ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ചർച്ചയെ വഴിതിരിച്ചു വിടാനുള്ള താങ്കളുടെ ശ്രമമൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയാനുള്ള പോയിന്റ് ഒന്ന് കേൾക്കാനുള്ള മര്യാദെങ്കിലും കാണിക്കൂ. ജനാധിപത്യമൊക്കെ അല്ലേ ചർച്ച ചെയ്യുന്നത്, അപ്പൊ അതൊന്ന് കേൾക്കൂ. ഒരാൾക്ക് പറയാനുള്ള കാര്യം ആദ്യം കേൾക്കൂ, എന്നിട്ട് നമുക്ക് അത് കേൾക്കുന്നുണ്ട്. എന്റെ ചോദ്യത്തെ തടഞ്ഞുകൊണ്ട് താങ്കൾ എത്രയൊക്കെ അതിന് തടസ്സം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലും ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യത്തെ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. താങ്കളുടെ ചോദ്യത്തെ, താങ്കൾ ഇവിടെ ഗാന്ധിയുടെ മകന് പ്രിവിലേജ് ഉണ്ട് എന്ന കാര്യമാണ് താങ്കൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഗാന്ധിയുടെ മകനിവിടെ ഒരു ഗാന്ധിയുടെ കൊച്ചുമകനാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇവിടെ പ്രിവിലേജ് കിട്ടണമെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനെ ഏത് രീതിയിലാണ് ഞാൻ ഡൈസെക്ട് ചെയ്യാൻ നോക്കുന്നത് താങ്കൾ ആദ്യം മനസ്സിലാക്കൂ. ഇവിടെ ആക്ച്വലി പ്രിവിലേജ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പ്രിവിലേജ് കിട്ടുന്ന ഒരു ഗവർണർ എന്ന് പറഞ്ഞ പദവിക്ക് പോലും ഏത് രീതിയിലാണ് അദ്ദേഹം ഒരു പ്രതിഷേധം നേരിടേണ്ടി വന്നത്, അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യാൻ നോക്കിയത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന് നേരെയുള്ള വാക്കുകൾ, അതെല്ലാം സൂക്ഷിക്കണം. അങ്ങനെയുള്ള പ്രതിഷേധം നടത്തിയ ആളുകളാണെന്ന് ഗാന്ധിയുടെ കൊച്ചുമകന് പ്രിവിലേജ് കിട്ടുന്നില്ല, ഗാന്ധിയുടെ കൊച്ചുമകനെ ഇവിടെ അപമാനിച്ചു എന്ന് പറയുന്നതൊക്കെ. കാരണം അവിടെ പ്രതിഷേധ പ്രകടനം എങ്ങനെയായിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രം ഗാന്ധിയെ RSS എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ മിഥുൻ വിജയകുമാർ, താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒരു വിഷമവും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഗാന്ധിജിയെ അത്ര വലിയ മാന്യമായ രീതിയിൽ കാണുന്ന ആളുകളൊന്നും അല്ലല്ലോ ഈ സംഘപരിവാറുകാർ. ഗാന്ധിക്ക് ജീവൻ പോലും കൊടുക്കേണ്ടി വന്നത് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ ഇടപെടൽ തന്നെയാണെന്നുള്ളത് നമുക്കറിയാലോ. താങ്കൾ വാക്കുകൾ സൂക്ഷിക്കണം. കാരണം സംഘപരിവാർ എന്താണ്, അല്ലെങ്കിൽ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകൾ ഏതാണ് എന്ന ഒരു താരതമ്യമൊക്കെ താങ്കൾ ഇവിടെ നടത്തുമ്പോൾ അതിന് ലീഗൽ കോൺസിക്വൻസസ് ഉണ്ട് എന്ന കാര്യം കൂടെ ഓർത്തു വേണം താങ്കൾ പറയുക. RSS ആണോ ഗാന്ധിവധത്തിന് പിന്നിലുള്ളത്? അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ സംഘപരിവാറിനെ എല്ലാത്തിനെയും കൂട്ടി കലക്കിക്കൊണ്ട് എല്ലാത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് കപൂർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ആ വിഷയത്തിലേക്കാണ് ചർച്ചയെ കൊണ്ടുപോകേണ്ടതെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ആ വിഷയത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? അതിനെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ഇവിടെ എന്തിനാ ഭയക്കുന്നു ഡോക്ടർ ലാൽ? താങ്കളല്ലേ ഭയക്കുന്നത്? ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കളല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞത് ഗാന്ധിയുടെ മകന് പ്രിവിലേജ് ഉണ്ട് എന്ന് പറയുന്ന വാദമാണ് ഡോക്ടർ ലാലിന്റെ വാദം. ഞാൻ പറഞ്ഞതല്ല. ഗാന്ധിജി ഇന്ത്യക്ക് എന്താണ്? ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് എന്താണ്? ഗാന്ധിജി എന്തുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിക്കുന്നത്? ആ ഗാന്ധിയുടെ പേരിലുള്ള എന്തെങ്കിലും പാഠപുസ്തക ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചു കീറി അത് പഠിപ്പിക്കേണ്ടതില്ല, ഇതൊക്കെ ഒരുപാട് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം തന്നെ ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ നമ്മൾ ഗാന്ധിയെ സംസാരിക്കേണ്ട, ഗാന്ധിയുടെ കൊച്ചുമകൻ ഇവിടെ സ്ഥാനം ഉണ്ടാകില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് ചർച്ച ചെയ്യണ്ടേ? നാട്ടുകാരെ അറിയിക്കണ്ടേ? ഗാന്ധിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ടാണോ RSS പ്രതിഷേധിച്ചതെന്ന്? ആയതുകൊണ്ടാണോ ഇവിടെ പ്രതിഷേധ പ്രകടനം? അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കണ്ട എന്ന് താങ്കൾ പറഞ്ഞതുപോലെ RSSന് അങ്ങനെ ഒരു വാദമുണ്ടോ? അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കുഴപ്പത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RSS ഇവിടെ പ്രതിഷേധം നടത്തിയത്, അല്ലാതെ ഗാന്ധിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ടല്ല RSS ഇവിടെ അദ്ദേഹത്തിന്റെ വാചകത്തിൽ എന്താണ് കുഴപ്പം? അദ്ദേഹത്തിന്റെ വാചകത്തിൽ എന്താണ് കുഴപ്പം പറയൂ. ഈ ചർച്ച താങ്കൾക്ക് എങ്ങോട്ടാ എത്തിക്കേണ്ടതെന്ന് എനിക്കറിയാം. അല്ല, അത് താങ്കൾ മുൻകൂട്ടി അങ്ങനെ ഒരു പ്രജുഡിസ് എന്തിനാണ് താങ്കൾക്ക്? എന്റെ ചോദ്യത്തെയും എന്റെ ചർച്ച ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്ന് ഒരു മുൻവിധി താങ്കൾക്ക് ഉണ്ടാകേണ്ടതില്ല. പക്ഷെ എന്റെ ചോദ്യമുണ്ട്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ RSSനെ കുറിച്ച് ഇന്ന വാക്കുകൾ പറഞ്ഞപ്പോ അങ്ങനെ ഒരു വാക്കുകൾക്ക് ഒരു പ്രസക്തിയേ ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? RSS ഈ രാജ്യത്ത് പലർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അതിൽ ഒരാൾ മാത്രമാണ് തുഷാർ ഗാന്ധി. പക്ഷെ തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചർച്ചാ വിഷയമാകുമെന്നത് ശ്രീ ലാലിനെ പോലുള്ള ആളുകൾ. അല്ല, തുഷാർ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പം? അതാണല്ലോ നിങ്ങളുടെ പ്രതിഷേധത്തിന് കാരണം. ഈ തുഷാർ ഗാന്ധി പറഞ്ഞ വാചകങ്ങൾക്ക് എന്താണ് കുഴപ്പം? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ്, ആ ക്യാൻസറിനെ പടർത്തുന്നതാണ് RSS എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് അദ്ദേഹത്തിന് പറയാം, അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. സമാനമായ രീതിയിൽ RSSനും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സമാനമായ രീതിയിലാണോ പ്രതിഷേധിച്ചത്? RSS തുഷാർ ഗാന്ധി പ്രസംഗിച്ചതുപോലെ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുകയായിരുന്നോ? സമാനമായ രീതിയിലല്ല. താങ്കൾ പറഞ്ഞത് തെറ്റാണ്, കോൺട്രഡിക്ട് ചെയ്യുന്നു. വാദങ്ങൾ പൊളിയുമ്പോ ഇങ്ങനെ ഒച്ച വെച്ച് അലങ്കോലപ്പെടുത്തല്ലേ?
താങ്കളുടെ വാദമല്ലേ പൊളിഞ്ഞത് സാർ? താങ്കൾ എന്താണ് പറഞ്ഞത്? തുഷാർ ഗാന്ധി എന്താണോ ചെയ്തത് സമാനമായ രീതിയിൽ RSS പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. താങ്കൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു. താങ്കൾക്ക് ഒരു സമയം, ഒരു നിശ്ചിത സമയമേ തരാൻ പറ്റൂ. അത് കഴിയുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കും. ഇല്ല, താങ്കൾ കേട്ടാ മതി. ശരി, താങ്കൾ പറഞ്ഞത് ഇവിടെ കേട്ടു. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഒറ്റ ചോദ്യം. എനിക്ക് അടുത്ത ആളിലേക്ക് പോകുന്ന താങ്കൾ എന്റെ ചോദ്യം കേൾക്കാൻ തയ്യാറല്ല. ഇത് തന്നെയാണ് തുഷാർ ഗാന്ധിക്ക് ഇന്ന് അവിടെ അനുഭവിക്കേണ്ടി വന്നത്. തുഷാർ ഗാന്ധി പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല ആരും. എന്താണ് ഡോക്ടർ ലാൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഒരു 10 മിനിറ്റ് സമയം കൊടുക്കുക, അല്ലെങ്കിൽ അതിനിടെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരുന്ന എന്ത് മര്യാദ താങ്കൾ കാണിക്കുന്നത്? ഇപ്പൊ താങ്കൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. പോയി കഴിഞ്ഞാൽ അയാൾ പറയുന്ന ആ സമയത്തൊന്നും താങ്കൾ ഇടപെടില്ല എന്ന് എനിക്കും അറിയാം, താങ്കൾക്കും അതെ, ഇതാണ് നിങ്ങളുടെ സ്ഥിരം വാദം. അതായത് ഇന്നിപ്പോ RSS ആണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് RSS ആണ് കേരളത്തെ അപമാനിച്ചത്. കേരളത്തിലേക്ക് വന്ന മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഒരു പ്രസംഗം നടത്തിയതിനെ അപമാനിച്ചുകൊണ്ട് അതിനെ പിൻവലിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തത് RSS ആണ്. അതിന്റെ വാദങ്ങളെയാണ് താങ്കൾ ഇപ്പോൾ വീണ്ടും കണ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യങ്ങളെ പോലും താങ്കൾ എതിർക്കാൻ ശ്രമിക്കുന്നത്. ശരി, ഞാൻ ശരി ഒരു 10 സെക്കൻഡ് കൂടെ തരാം, പറയൂ. താങ്കൾക്ക് ഒരു 30 സെക്കൻഡ് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല, താങ്കൾ ഒരു 10 സെക്കൻഡ് തരാം. താങ്കൾക്ക് ഒരുപാട് സമയം ഞാൻ തന്നു. 11 മിനിറ്റാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ എഴുന്നേറ്റ് പോകാം, അത് വേണോ? മിഥുൻ, താങ്കൾക്ക് ഇഷ്ടമുള്ള നിലപാടെടുക്കാം. പക്ഷേ താങ്കൾ 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയപ്പോൾ മുതൽ എൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റ് പോകാമോ എന്ന് ചോദിച്ചതും ഇന്ന് നേരത്തെ RSSകാര് തുഷാർ ഗാന്ധിയോട് ചോദിച്ചതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞങ്ങൾക്ക് താങ്കളുടെ ചോദ്യങ്ങൾ എന്ന് ഇവിടെ ഭയക്കുന്നില്ല ആരും, അത് ആദ്യം മനസ്സിലാക്കൂ. പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന താങ്കൾക്ക് ഒച്ച കൂട്ടി സംസാരിക്കാൻ പറ്റും, പക്ഷെ എനിക്കത് പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കൂ. താങ്കൾ ഈ സാങ്കേതികത്വം പറയാതെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ സാർ. ഒരു ജനാധിപത്യ മര്യാദ കാണിച്ചുകൊണ്ട് ഒരാൾക്ക് ഉത്തരം പറയാനുള്ള സമയം നൽകും. ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ RSSന് അവകാശമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. തുഷാർ ഗാന്ധി ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നല്ലാതെ അവരെന്താ പറയേണ്ടത്? പിന്നെ ആ സ്റ്റേറ്റ്മെന്റുമായി മുന്നോട്ട് പോയിക്കൊള്ളുന്നു. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നത് അവരുടെ ആവശ്യമാണ്. അത് പിൻവലിക്കില്ല എന്ന് തുഷാർ ഗാന്ധി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ശരി. അപ്പോ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കളുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ കിട്ടി. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ. ഇപ്പോൾ ഞാൻ മിഥുൻ വിജയകുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് തുഷാർ ഗാന്ധി എന്താണോ ചെയ്തത് അത് തന്നെയാണ് RSS ചെയ്തത്. തുഷാർ ഗാന്ധി എന്താണോ പ്രതികരിച്ചത് അത് തന്നെയാണ്, അതേ മാർഗത്തിലൂടെ തന്നെയാണ് RSSും പ്രതികരിച്ചത് എന്നാണ് ഇപ്പോൾ മിഥുൻ വിജയകുമാർ പറയുന്നത്. അതാണോ സംഭവിച്ചത്? ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. താങ്കളുടെ ഈ ഐഡിയോളജി ഉണ്ടല്ലോ, അതായത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. മിഥുൻ ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി ഡോക്ടർ ഷിജു ഖാൻ. ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് നെയ്യാറ്റിൻകര പട്ടണത്തിലിരുന്നു കൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി ഇതിന് തൊട്ടടുത്തുള്ള ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് മടങ്ങുന്ന സന്ദർഭത്തിലാണ് RSS BJP അക്രമികൾ അവിടെ എത്തുകയും അദ്ദേഹത്തിനെതിരായ അതിക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ, നെയ്യാറ്റിൻകരയിലെ പ്രസിദ്ധമായ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഈ ചർച്ചയിൽ പങ്കുചേരുമ്പോൾ ഇതിന് തൊട്ടടുത്ത് മിനിറ്റുകൾക്ക് മുമ്പാണ് DYFIയുടെ നെയ്യാറ്റിൻകര ബ്ലോക്ക് കമ്മിറ്റി തുഷാർ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ഒരു കൂട്ടായ്മ, യുവജന കൂട്ടായ്മ ഇന്നിവിടെ സംഘടിപ്പിച്ചത്. തുഷാർ ഗാന്ധി ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു മടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു നൈമിഷിക വികാരപ്രകടനമാണോ RSS BJP സംഘം അവിടെ നടത്തിയത് എന്ന ചോദ്യത്തിന് പിന്നീട് BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി സുരേഷിൻ്റെ മറുപടി തന്നെ ഉദ്ദേശം വ്യക്തമാക്കുന്നതാണ്. ഒരു നൈമിഷിക പ്രതികരണമോ പ്രകടനമോ ആയിരുന്നില്ല RSS BJP സംഘം നടത്തിയത്. കരുതിക്കൂട്ടി ഗൂഢാലോചന നടത്തി പ്രകോപന അന്തരീക്ഷം സൃഷ്ടിച്ച്
ശ്രീ തുഷാർ ഗാന്ധിയെ ആക്രമിക്കുക എന്ന പദ്ധതിയാണ് മറ നീക്കി പുറത്തു വന്നത്. BJPയുടെ നേതാവ് എസ് സുരേഷിൻ്റെ പിന്നീടുള്ള പ്രസ്താവന എന്താ തെളിയിക്കുന്നത്? തുഷാർ ഗാന്ധി മാനസിക രോഗിയാണെന്ന് സുരേഷ് നിർലജ്ജം പറയുകയാണ്. അർബൻ നക്സലൈറ്റുകൾക്ക് തുഷാർ ഗാന്ധി തലച്ചോറ് പണയപ്പെടുത്തിയെന്ന് ഇവിടെ സുരേഷ് പറയുകയാണ്. രാജ്യദ്രോഹികളുടെ കൈകളിലാണ് തുഷാർ ഗാന്ധി എന്ന് BJPയുടെ സ്റ്റേറ്റ് നേതാവ് പറയുകയാണ്. എന്താണെന്ന് വ്യക്തമാണ് ശ്രീലാൽ. ഇവിടെ തുഷാർ ഗാന്ധി വരുമ്പോൾ, ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ബോധപൂർവം അക്രമം സൃഷ്ടിക്കുക, ശ്രീ തുഷാർ ഗാന്ധിയെ അപായപ്പെടുത്താനുള്ള കണിശമായ ഗൂഢാലോചനയാണ് പുറത്തു വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് അടിയന്തരമായി അക്രമികളെ അറസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ വിഷയം, തുഷാർ ഗാന്ധി പങ്കെടുത്ത പ്രധാനപ്പെട്ട 2 പരിപാടികളാണ് ഇന്നലെ കേരളത്തിൽ നടന്നത്. അതിലൊന്ന് മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും 925 മാർച്ച് 12 സമാഗമത്തിൻ്റെ 100ാം വാർഷികമാണ്. അത് നടന്നത് ശിവഗിരിയിലാണ്. സ്വാമി സച്ചിദാനന്ദ സ്വാമികളും ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികളും നേതൃത്വം കൊടുക്കുന്ന ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ശിവഗിരിയിൽ നടത്തിയ ഈ 100ാം വാർഷികാഘോഷത്തിലാണ് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശിവഗിരിയിൽ എത്തുകയും അവിടെ തുഷാർ ഗാന്ധിയെ കാണാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം DYFIയുടെ നേതൃത്വത്തിൽ വർക്കലയിൽ വലിയ ഈ സമാഗമത്തിൻ്റെ 100ാം വാർഷികാഘോഷം ഉണ്ടായിരുന്നു. ശിവഗിരി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സർവ്വ മതങ്ങളിലും പെട്ട മനുഷ്യരുടെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാണ്. ആ ശിവഗിരിയിലെ ഗുരുദേവൻ്റെയും മഹാത്മജിയുടെയും സമാഗമത്തിൻ്റെ 100ാം വാർഷികത്തിനെത്തിയ തുഷാർ ഗാന്ധി കേരളത്തിലെത്തുന്നതിൻ്റെ സുപ്രധാന ദൗത്യം അതാണ്. പിന്നീട് അദ്ദേഹം ഗാന്ധിയൻ ഗോപിനാഥൻ നായർ സാറിൻ്റെ പ്രതിമാനാച്ഛാദനത്തിന് വരികയാണ്. ഇതാണോ BJPക്കും RSSനും പതിയിരുന്ന് ആക്രമണം നടത്താനുള്ള സന്ദർഭം? ഇവിടെ ആരൊക്കെയാണ് അപമാനിക്കുന്നത്? RSSും BJPയും. പിന്നെ തുഷാർ ഗാന്ധി ഇത് കണ്ട് ഭയന്ന് പിന്മാറുന്ന ആളാണെന്നോ കീഴടങ്ങുന്ന ആളാണെന്നോ BJP കരുതുന്നുണ്ടോ? ഗാന്ധിയുടെ ആ പരമ്പരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് തുഷാർ ഗാന്ധി. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും സന്നദ്ധ സേവന രംഗത്ത് അനുഭവ പാരമ്പര്യവുമുള്ള ആളാണ് തുഷാർ ഗാന്ധി. RSSനും BJPക്കും തുഷാർ ഗാന്ധിയോടും ഗാന്ധിയൻ ചിന്താഗതിയോടുമുള്ള വിദ്വേഷം എന്താ അതിൻ്റെ ഏറ്റവും വലിയ സൂചന? അതല്ലേ ഗാന്ധിവധം. 948 ഗാന്ധിവധം. ഗാന്ധിയെ കൊന്നിട്ടും ഇവരുടെ കലി അടങ്ങിയില്ല. പിന്നെ ശ്രീലാൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹ പ്രവർത്തനമല്ലേ ഗാന്ധിവധം? അപ്പം ഗാന്ധിയെ കൊന്നാൽ പോരാ, ഗാന്ധിയുടെ വംശപരമ്പരയിൽപ്പെട്ട ഗാന്ധിയുടെ പാരമ്പര്യം പേറുന്ന ആരെയും ആക്രമിക്കാനും വകവരുത്താനും അവസരം കിട്ടിയാൽ ഞങ്ങളത് ചെയ്യും. ഇതല്ലേ ഇവിടെ BJPയും RSSും തെളിയിച്ചത്? ഇത് അപമാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു മഹാനായ സാംസ്കാരിക പ്രവർത്തകൻ എൻ്റെയും നിങ്ങളുടെയും കൺമുന്നിൽ ആക്ഷേപിക്കപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. നമ്മൾ തലകുനിക്കേണ്ടതാണ്. RSSും BJPയും ചെയ്തു കൂട്ടുന്ന ഈ മഹാപരാധത്തിന് മലയാളികൾ തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് കർശന നിയമ നടപടി സ്വീകരിക്കണം. എന്തായാലും ഡോക്ടർ ഷിജുഖാൻ, താങ്കൾ ആവശ്യപ്പെട്ടതുപോലെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 5 പേർ അറസ്റ്റിലായിരിക്കുന്നു ഈ വിഷയത്തിൽ. BJP RSSകാരായ മഹേഷ്, കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിവർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ ഷിജുഖാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്നുള്ളത് കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഞാൻ ശ്രീചിത്രനിലേക്ക് പോവുകയാണ്. ശ്രീചിത്രൻ MJ, ഇപ്പോൾ മിഥുൻ വിജയകുമാറിൻ്റെ ഒരു പരാതി, ഒരു 10 മിനിറ്റോളം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ടുമൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരാതി ഇതിപ്പോൾ നിങ്ങളോടോ അല്ലെങ്കിൽ ഡോക്ടർ ഷിജുഖാനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനൊന്നും ഇടപെടില്ല, കേട്ടുകൊണ്ടിരിക്കും എന്നാണ്. ശരിയാണ്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വാദം എന്താണ്? മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ വന്ന് ഇവിടെ പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം പിൻവലിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് പറഞ്ഞ് തടഞ്ഞവരെ
അത് RSS BJPക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം കേരളം ഉയർത്തുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾ എന്നുള്ളത് മറച്ചു വെക്കാൻ ഞാനില്ല. അത് മഹാത്മാഗാന്ധിയുടെ കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന വശത്താണ്. അതിൽ RSSൻ്റെ കൂടെയും സംഘപരിവാറിൻ്റെ കൂടെയും ഇല്ല എന്നുള്ളത് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? അതിനെ ന്യായീകരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നുണ്ട്. MJ ശ്രീചിത്രൻ, ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇക്കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ലാലും ഷിജു ഖാനും ഞാനും ഒന്നടങ്കം നമ്മുടെ രാഷ്ട്രത്തിലെ ജനാധിപത്യവാദികളും ഒക്കെ യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ പക്ഷത്തായിരിക്കും. പക്ഷേ അവരുടെ എണ്ണം ക്രമേണ ന്യൂനപക്ഷമാവുകയും ഇവർ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്നു എന്നൊരു തെറ്റിദ്ധാരണ യഥാർത്ഥത്തിൽ വലിയ തോതിൽ RSS പരത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത്, ഞാൻ കരുതുന്നത് ഇതിനെ ചരിത്രപരമായി കാണേണ്ടതാണ്. ഇപ്പോൾ തുഷാർ ഗാന്ധിക്ക് നേരെ ഇന്നലെ നടന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എത്രയോ തവണ യഥാർത്ഥ ഗാന്ധിക്ക് നേരെ നടന്നതാണെന്ന് നമ്മൾ ഓർക്കണം. ഗാന്ധിയുടെ അവസാന കാലം നമുക്ക് ഓർമ്മയുണ്ടാവും. ഗാന്ധിയുടെ അവസാന സമയത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധി അങ്ങേയറ്റം വേദനയിലായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമുള്ള വർഗീയ കലാപത്തിൻ്റെ നാളുകളിൽ അദ്ദേഹം കൽക്കട്ടയിൽ കലാപം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവിശ്യകളിൽ തുടർച്ചയായി യാത്ര ചെയ്യുന്നു. അവിടെയെല്ലാം ഇതേ ഹിന്ദു സംഘടനകൾ, പൂർണ്ണമായും ഹിന്ദു മഹാസഭ തന്നെ അക്കാലത്ത് പറഞ്ഞിരുന്നത് ഗാന്ധിയെ പൂർണ്ണമായും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നാണ്. പല നേതാക്കളും തന്നെ അക്കാലത്ത് ആഹ്വാനം ചെയ്തത്, ഇതിനൊക്കെ കൃത്യമായ ചരിത്രരേഖകളുണ്ട്, ഗാന്ധി വരുന്ന സമയത്ത് കുപ്പിച്ചില്ലും മനുഷ്യ വിസർജ്യങ്ങളും ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയെ സ്വീകരിക്കുക എന്നാണ്. തുടർന്ന് ഗാന്ധിയുടെ അവസാന സമയത്ത് ഗാന്ധി ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിൽ വലിയ കലാപം നടക്കുകയാണ്. ഡൽഹിയിൽ തുടർച്ചയായി ഗാന്ധിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങളും ഗാന്ധി പങ്കെടുക്കുന്ന മുഴുവൻ പരിപാടികൾക്കകത്തും ഗാന്ധിക്കെതിരായിട്ടുള്ള മൂർദാബാദ് വിളികളുമാണ്. ഗാന്ധി ഇതൊന്നും അനുഭവിക്കാത്ത ആളല്ല. അപ്പം ഗാന്ധിക്ക് നേരെ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഗാന്ധി പരമ്പരയിൽപ്പെട്ട ഇങ്ങേയറ്റത്തുള്ള വ്യക്തിക്ക് നേരെയും ഇവർ ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനൊരു ചരിത്രപരമായ അനുസ്യൂതിയുണ്ട്. പക്ഷേ ഇതിലേറ്റവും വേദനാജനകമായ കാര്യം, ഇത് നടന്നത് നൗഖാലിയിലോ ഡൽഹിയിലോ അല്ല, ഗാന്ധി നേരിട്ട ആ കലാപഭൂമികളിലല്ല, അത്രയും രക്തപങ്കിലമായ ഒരു കലാപത്തിൻ്റെ സമയത്തിലുമല്ല, ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെൻറ് നിലനിൽക്കുന്ന, നമ്മൾ പ്രബുദ്ധമെന്നും അഭ്യുസ്തമെന്നും അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ മണ്ണിലാണ് എന്നതാണ്. തീർച്ചയായിട്ടും ഷിജു ഖാൻ പറഞ്ഞതുപോലെ മലയാളികൾ വലിയ തോതിൽ ലജ്ജിച്ച് തലകുനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വെച്ച് ഇത് നടന്നു എന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ ഇപ്പോൾ നടന്നു എന്നറിയുന്ന നിയമ നടപടികളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മിഥുൻ പറഞ്ഞുവല്ലോ, മിഥുൻ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഭീഷണി പോലെ പറയുന്നുണ്ടായിരുന്നു, RSS ബന്ധത്തെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ ലീഗൽ കോൺസിക്വൻസസ് പറയുന്നവർ നേരിടേണ്ടി വരും എന്നൊക്കെയാണ്. നേരിടേണ്ടി വരുമായിരിക്കും. RSS ആണോ ഗാന്ധിവധത്തിൽ പങ്കുള്ളത് എന്ന് പറഞ്ഞാൽ ഉടനെ അവർക്കൊക്കെ എതിരെ കേസ് കൊടുക്കുമെന്നാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. ഭീഷണിയാണല്ലോ പ്രധാനപ്പെട്ട തന്ത്രം. പക്ഷെ അതൊന്നോ രണ്ടോ ആളുകളല്ല. ടി സ്റ്റാൾ സൈദൽ വാദിനെ പോലെ, ഝായെ പോലെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഇന്ത്യയിലെ എഴുത്തുകാർ, ചിന്തകർ ഒക്കെ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എതിരെ പലപ്പോഴും കേസുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വാസ്തവങ്ങൾ ഇല്ലാതാവില്ല. യഥാർത്ഥത്തിൽ ശരിയാണ്. എന്താണ് തുഷാർ ഗാന്ധി പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു വിഷയത്തിലേക്ക് മാത്രം ഞാൻ പോവുകയാണ്, ബാക്കി ഷിജു ഖാൻ പറഞ്ഞതുകൊണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്ത്യയുടെ ആത്മാവിനെ ബാധിക്കുന്ന ക്യാൻസറാണ് RSS എന്ന് അദ്ദേഹം പറയുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പകൽ പോലെയുള്ള ഒരു സത്യമാണത്. 1948 ഫെബ്രുവരി 4 ആദ്യമായി RSS നിരോധിക്കപ്പെടുന്നത്. ഗാന്ധിവധത്തിന് ദിവസങ്ങൾക്ക് ശേഷം സർദാർ വല്ലഭായ് പട്ടേലാണ് നിരോധിക്കുന്നത്. എന്തിനാണ് നിരോധിച്ചത്? ഗാന്ധിവധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് RSSനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കൃത്യമായ കുറ്റപത്രം ഇപ്പോഴും ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഒരു നിഗൂഢ സ്വഭാവമുള്ള സംഘടനയായി RSS വർക്ക് ചെയ്യുന്നു. രഹസ്യ സ്വഭാവമുള്ള ഈ സംഘടന കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് തീർച്ചയായിട്ടും സംശയമുണ്ട്. അതുകൊണ്ട് ഇത് നിരോധിക്കേണ്ടതാണെന്ന് വല്ലഭായ് പട്ടേൽ പറയുന്നു. ഈ നിഗൂഢ സ്വഭാവം ഇന്നും RSS കൈയൊഴിഞ്ഞിട്ടുണ്ടോ? കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSSന് എത്ര അംഗങ്ങളുണ്ട്, പൂർണ്ണമായും എത്ര അംഗങ്ങളുണ്ട് എന്നതിനെപ്പറ്റി അപ്രോക്സിമേറ്റ്ലി ഉള്ള ഏകദേശ കൊട്ടത്താപ്പ് കണക്കുകൾ പറയുക എന്നല്ലാതെ കൃത്യമായൊരു കണക്കുണ്ടോ? അംഗത്വ രജിസ്റ്റർ ഉണ്ടോ? ഇതൊന്നും ഇല്ലാതെയും വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യയിൽ. അങ്ങനെ ഒരു നിഗൂഢ സംഘടനയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്ര പേരുണ്ട്, ആരൊക്കെയാണ് നേതാക്കൾ? ഒരു സർസംഘചാലകനെ പറയും, വളരെ പ്രധാനപ്പെട്ട ചില ആളുകളൊക്കെ നമ്മൾ പറയും. അങ്ങനത്തെയൊക്കെ ചില ആളുകൾ പൊതുരംഗത്തുണ്ടാവും.
നമുക്കിപ്പോൾ ഇപ്പോൾ ഷിജു ഖാനോട് ചോദിച്ചാൽ, അത് വേണ്ട കോൺഗ്രസിന്റെ നേതാക്കളോട്, ലീഗിന്റെ നേതാക്കളോട്, യുവജന സംഘടനകളോട് ചോദിച്ചു നോക്കൂ. ഓരോ ജില്ലാ ഭാരവാഹികളെ കുറിച്ചും മേഖലാ ഭാരവാഹികളെ കുറിച്ചും കൃത്യമായി പുറത്ത് പബ്ലിക് ഡൊമൈനിൽ അവരുടെ പേരുകൾ ലഭ്യമായിരിക്കും. ഇവരുടെ പേരുകളെ ലഭ്യമല്ല. അതാണ് അന്ന് പറയുന്നത്. രണ്ടെന്തായിരുന്നു? അവർ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയെ ആദ്യം അംഗീകരിച്ചിട്ടില്ല. വല്ലഭായ് പട്ടേലിന്റെ അതേ കുറ്റപത്രത്തിൽ അതുണ്ട്, ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുന്നില്ല. അവർ ആ കാലത്ത് പറഞ്ഞിരുന്നത് ഭഗവദ്ധ്വജം എന്ന് പറയുന്ന കാവിക്കൊടിയായിരിക്കണം ഇന്ത്യയുടെ ദേശീയ പതാക എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇവർ അംഗീകരിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അന്ന് നിരോധനം വരുന്നത്. തുടർന്ന് നിരോധനം നീക്കുന്നത് RSS കൃത്യമായി ഈ കാര്യത്തിൽ ഞങ്ങൾ നടപടി എടുത്തുകൊള്ളാം എന്ന തീരുമാനം അറിയിച്ചതിന് ശേഷമാണ്. ഒന്ന്. രണ്ട്, ഇപ്പോൾ ഗാന്ധി വധത്തിലെ പങ്കിനെ പറ്റി പറയുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കണം. ഒന്ന്, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന് പറയുന്ന ഗോഡ്സെയുടെ തന്നെ പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മുൻപ് RSS കാരനായിരുന്നു, പിന്നീട് ഞാൻ RSS അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. RSSന് ഇതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ടത് ഗോഡ്സെയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. കാരണം RSS അപ്പോൾ അങ്ങേയറ്റം ജനമധ്യത്തിൽ നഗ്നമായി നിൽക്കുന്ന, അങ്ങേയറ്റം നാണം കെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ RSSനെ വെള്ളപൂശുക എന്നത് അക്കാലത്ത് ലക്ഷ്യമായിരുന്നു. പക്ഷെ തുടർന്ന് നടക്കുന്ന എന്താ? ഗോപാൽ ഗോഡ്സെ, അതായത് ഒപ്പം പ്രതിയായിരുന്ന നഥുറാം വിനായക് ഗോഡ്സെയുടെ ഒപ്പം പ്രതിയായിരുന്ന ഗോപാൽ ഗോഡ്സെ പുറത്തു വന്നതിന് ശേഷം ഫ്രണ്ട് ലൈനിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അരവിന്ദ് രാജഗോപാലിനാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂവും പുറത്ത് ലഭ്യമാണ്, നിങ്ങൾക്ക് വായിക്കാം. അതിനകത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, ഞങ്ങൾ 4 സഹോദരന്മാരും, ഗോഡ്സെയും ഞാനും ബാക്കി 2 സഹോദരന്മാരും അടക്കം 4 പേരും സ്വന്തം വീട്ടിൽ കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ശാഖയിൽ കഴിഞ്ഞ ആളുകളാണ്. ഞങ്ങൾ പൂർണ്ണമായും RSSകാരായിരുന്നു എന്ന് ഗോപാൽ ഗോഡ്സെ ആ കാര്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു മഹാസഭ ഡിക്റ്റേറ്ററായിട്ട് ചാർജ് എടുത്തുകൊണ്ടാണ് ഗോഡ്സെ അങ്ങോട്ട് പോകുന്നത്. ഞാൻ അതിൻ്റെ പൂർണ്ണ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, ഗോഡ്സെയുടെ RSS ബന്ധത്തെക്കുറിച്ച് നിരവധി തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. കപൂർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ടിസ്റ്റാ സെയ്ദുൽവാദ് ആണെങ്കിലും, ഷംസുൽ ഇസ്ലാം ആണെങ്കിലും, ധീരേന്ദ്ര ഖേച്ച ആണെങ്കിലും, ധീരേന്ദ്ര ഖേച്ച പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. തുടർന്ന് RSSന്റെ പ്രധാനപ്പെട്ട നേതാവായ ബിജി ദേശ്പാണ്ഡെ തുടർന്ന് അഹമ്മദാബാദ് ജയിലിലെത്തുമ്പോൾ അഹമ്മദാബാദ് ജയിലിനകത്ത് ഒരു RSS ശാഖ സംഘടിപ്പിച്ചിരുന്നുവെന്നും ആ ശാഖയുടെ നേതാവ് ആയിട്ട് അവിടെ ഗോഡ്സെ ഉണ്ടായിരുന്നു എന്നും തന്റെ പുസ്തകത്തിനകത്ത് ധീരേന്ദ്ര ഛാ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ അനേകം പേർ ഇക്കാര്യത്തെക്കുറിച്ച് തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പറയാം ശ്രീജിത്രൻ, എന്തായാലും ഈ കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് തന്നെ ഏറ്റവും അവസാനം ജസ്റ്റിസ് കപൂർ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ തന്നെയുണ്ട്. സവർക്കറുമായി ബന്ധപ്പെടുത്തി ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് അവസാനം പറയുന്ന കാര്യങ്ങളുണ്ട്. സവർക്കറുമായി ബന്ധപ്പെട്ട ആളുകൾ എന്താണ് ഗോഡ്സെ മാത്രമല്ല, തുടർന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ RSS നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ്. അതിനകത്ത് 1, 2, 3 എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറായി RSS പ്രവർത്തിച്ചത് നമുക്ക് എണ്ണി പറയാൻ പറ്റും. അത് പോലീസ് റെക്കോർഡുകൾ വെച്ചുകൊണ്ട് കൃത്യമായി പറയാൻ പറ്റും. അത് ഗോൾവാൾക്കർ മുതലുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞത് മുതൽ, ആദ്യകാലം മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരെ നിന്ന പ്രസ്ഥാനമാണ് RSS എന്ന് തെളിവുകൾ വെച്ചുകൊണ്ട് പൊതുപ്രവർത്തകനും പറയാൻ സാധിക്കും. സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്, രാജ്യത്തിന് ഈ അഭിപ്രായമുണ്ട്, ജനാധിപത്യപരമാണ് ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നത്, പ്രസംഗിക്കുന്നത് എന്നുള്ളപ്പോ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനായതുകൊണ്ട് അവിടെ ഒരു പ്രിവിലേജ് അല്ല. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ആയതുകൊണ്ട് അദ്ദേഹത്തോട് വൈരാഗ്യത്തിന് കൂടുതൽ കാരണങ്ങൾ ഉണ്ടാകുന്നു ചില സംഘടനകൾക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നു, അത് നമുക്ക് അപമാനം ഉണ്ടാകുന്നു. ഞാൻ വരാം ശ്രീചിത്രൻ. അതാണ് മിഥുൻ വിജയകുമാർ, അതാണ് പ്രശ്നം. അതാണ് ഷിജു ഖാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ബോധപൂർവമായ അപായപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന്. ആ ബോധപൂർവമായ അപായപ്പെടുത്തലിനാണ് മറുപടി കേരളത്തിലെ RSS പറയേണ്ടത്. ഇന്ന് ചില ചാനലുകളിൽ RSSന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിനന്ദിക്കുന്നു ഇങ്ങനെ പ്രതിഷേധിച്ചവരെ എന്നാണ്. അത് ശരിയോ? ഡോക്ടർ ലാൽ, ഇവിടെ ഈ ചർച്ച എന്തുകൊണ്ടും താങ്കൾ ആഗ്രഹിച്ച ഒരു ആംഗിളിൽ തന്നെ താങ്കൾക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിന് അഭിനന്ദനങ്ങൾ. കാരണം തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിയിലേക്ക് ചർച്ച പോകുമല്ലോ, വളരെ നന്നായിരിക്കുന്നു. തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനോട് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവിടെ RSS എന്താ ചെയ്തിട്ടുള്ളത്? RSS ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാം, RSSന്റെ പ്രസ്താവനകളെ വിമർശിക്കാം, തുഷാർ ഗാന്ധിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വെട്ടിത്തുറന്ന് പറയാം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, അത് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പറയാം. അതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. RSS ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയാൽ ഷിജു ഖാനെ പോലുള്ള ആളുകൾ അതിനെ ഒരു ഗൂഢാലോചന നടന്നു, അവിടെ തുഷാർ ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത കാണുന്ന ആളുകളൊക്കെ വിഡ്ഢികളാണോ? നമ്മൾ കാണുന്നില്ലേ അവിടെ നടത്തിയ പ്രതിഷേധ പ്രകടനം ഏത് രീതിയിലായിരുന്നു എന്നത്?
അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ അവിടെ ആക്രമിക്കാനോ മറ്റേതെങ്കിലും രീതിയിൽ അപായപ്പെടുത്താനോ അവർ ശ്രമിച്ചോ? ഇല്ല. അദ്ദേഹം എന്നിട്ട് തിരിച്ചു പറയുകയും ചെയ്തു, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കില്ല. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന് അത് പറയാം. അതിൽ ആർക്കും ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ രണ്ട് കൂട്ടർക്കും രണ്ട് കൂട്ടരുടെയും അഭിപ്രായങ്ങളും പറയാം. പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം, അല്ലാത്തവർക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് പറയാം. ഇതിൽ എന്താ ഒരു കുഴപ്പം? ഇവിടെ RSS പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ ഈ തുഷാർ ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വിഴുങ്ങി അവിടെ ഇരിക്കണം, മിണ്ടാതിരിക്കണം. 100 വർഷം ഈ രാജ്യത്ത് തികയാൻ പോകുന്ന ഒരു സംഘടനയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞല്ലോ, RSSന് മെമ്പർഷിപ്പ് ഉണ്ടോ, RSSന് എന്തെങ്കിലും ഉണ്ടോ? RSSന്റെ ഐഡന്റിറ്റിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. RSSന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർ പല രീതിയിലും പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ അദ്ദേഹം ഐഡന്റിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അറിയില്ലായിരിക്കും. അദ്ദേഹം ചോദിച്ച ഒരു കാര്യമുണ്ട് ഇതിന്റെ ഭാരവാഹികൾ മറ്റു സംഘടനകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ കാര്യം, തിരുവനന്തപുരത്തെ കാര്യം പ്രത്യേകിച്ച് ചോദിച്ചാൽ ഷിജു ഖാന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്, കയ്യിലിരിപ്പുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കും. RSSന് എങ്ങനെ ഉണ്ടോ? ആ ചോദ്യം ഉണ്ടല്ലോ. RSSന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ ഒരു ഘട്ടത്തിന് ശേഷം RSS എന്ന് പറയുന്ന ഈ ഒരു ലേബൽ തന്നെ ഉണ്ടാവരുത്. കാരണം നാഷണലിസമാണ് അവരുടെ ഐഡിയോളജി. നാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മ. അത്ര മാത്രമേ RSS അവരെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു സമയത്തിന് ശേഷം RSS എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് പോലും ഉണ്ടാകരുത്. കാരണം ആളുകൾ അത്രയും നാഷണലിസ്റ്റ് മൈൻഡ് സെറ്റ് ആയി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. അവരെയാണോ താങ്കൾ ചോദ്യം ചെയ്യുന്നത്? പ്രധാനമന്ത്രി RSS ആണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രി RSS ആണ്, രാജ്യത്തെ പല പ്രമുഖരും RSS ആണ്, IT സെക്ടറിലും മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന പലരും അന്തസ്സോടെ ഞങ്ങൾ RSS ആണെന്ന് പറയുമ്പോൾ അവരുടെ ഐഡന്റിറ്റി RSSനോടൊപ്പമുള്ളവർക്ക് മാത്രമേ രാജ്യസ്നേഹമുള്ളൂ എന്ന് പറയുന്ന ഒരു വാദമുണ്ട്. അതാണ് RSSലുള്ളവർക്ക് മാത്രമേ രാജ്യത്തെ ഇങ്ങനെ ഇത്ര അഗാധമായി സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു വാദമുണ്ടല്ലോ. അതാണ് മനസ്സിലാകാത്തത്. ആ രാജ്യസ്നേഹത്തെ നമ്മൾ സാധാരണ രാജ്യസ്നേഹം എന്ന് പറയില്ല. സാധാരണ രാജ്യസ്നേഹം അല്ലാതെ അത് അവരുടെ ഐഡിയോളജിക്കൽ വ്യൂ പോയിന്റ്. അതിൽ താങ്കൾക്ക് വിമർശനം ഉണ്ടാകാം. ഇല്ല, അങ്ങനെ അല്ലാത്തവരെ അതിനെ എതിർക്കുന്നവരെ അപമാനിക്കുക, അവഹേളിക്കുക, അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുക എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അല്ല, അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചൈനയുമായിട്ടുള്ള യുദ്ധത്തില് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷൻ ആരുമായിട്ടായിരുന്നു, ഏതൊക്കെ നേതാക്കളായിരുന്നു അന്ന് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത് എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം ഐഡിയോളജിക്കൽ ഇൻക്ലിനേഷൻ മറ്റൊരു രാജ്യത്തോട് വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് രാജ്യസ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് രാജ്യസ്നേഹമാവില്ല. RSSനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യില്ല. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എന്താ പറയുക, അവരുടെ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള എതിർപ്പുകളൊക്കെ അവർ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിന് അല്ലെ രാജ്യവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിലും അവർ ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അതാണ് താങ്കൾ പറയുന്ന ഈ രാജ്യസ്നേഹമുള്ള നേതാക്കൾ രാജ്യം ഭരിക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? ഗാന്ധിയെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറുന്നു. ഗാന്ധി വധം പഠിക്കണ്ട, ഇത് ഒരുപാട് പറഞ്ഞ് പഠിപ്പിച്ചല്ലേ. ഗാന്ധി എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇനി പഠിപ്പിക്കണ്ട എന്ന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്. അല്ലല്ല, ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ. അതായത് ഇപ്പൊ കപൂർ കമ്മീഷനെ തന്നെ കോട്ട് ചെയ്ത് പറയുന്നു. കപൂർ കമ്മീഷനിൽ തന്നെ പറയുന്നുണ്ട് RSSുമായിട്ട് ഒരു ബന്ധവുമില്ല, ഗാന്ധി വധത്തിൽ RSSന് പങ്കില്ല എന്ന് കപൂർ കമ്മീഷൻ തന്നെ പറയുമ്പോൾ കപൂർ കമ്മീഷനെ മിസ്കോട്ട് ചെയ്ത് പറയാൻ ശ്രമിക്കരുത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ കപൂർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഒടുവിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സവർക്കറിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സവർക്കറുടെ 2 അടുത്ത സഹയാത്രികർ, അദ്ദേഹത്തിന്റെ അംഗരക്ഷകനായ അപ്പ രാമചന്ദ്ര കസാർ, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഗജാനൻ വിഷ്ണു ദാംലെ എന്നിവരുടെ സാക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കപൂർ കമ്മീഷനാണ്. സവർക്കറിനെ ഗാന്ധി വധത്തിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെടുത്തുന്ന സ്വതന്ത്ര തെളിവ് കപൂർ കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോയിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ താങ്കളോട് പറയണ്ടല്ലോ. സവർക്കർ ഇതിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയല്ല. സവർക്കർക്കെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. തെളിവ് വിചാരണ കോടതിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നില്ല. ഗൂഢാലോചന അന്വേഷിക്കുന്ന കപൂർ കമ്മീഷന് മുമ്പിൽ ആ തെളിവ് കിട്ടിയിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. SUCIയും CPIയും ഒന്നാണോ? SUCI എന്ന് പറയുന്നത് അത് CPMന്റെ വാക്കുകളാണോ? അല്ല, അതുകൊണ്ടാണല്ലോ RSS അല്ല, ഈ പരിവാർ സംഘടനകൾ എന്നാണല്ലോ ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞത്. RSS എന്ന വാക്ക് മാത്രമല്ല പറഞ്ഞത്. താങ്കൾക്ക് കൊളോക്കിയലി വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നാഥുറാം ഗോഡ്സെ ആയിട്ടും ഈ പറഞ്ഞ പോലെ എനിക്ക് ആ പേര് ഓർമ്മ കിട്ടുന്നില്ല, നാഥുറാം ഗോഡ്സെയുടെ കൂടെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയനായ മറ്റൊരു വ്യക്തി, ഇവർ രണ്ടുപേരും ഹിന്ദു മഹാസഭയുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ ഹിന്ദു മഹാസഭയുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത്
സവർക്കറുമായിട്ട് ഇവർക്ക് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അന്ന് ഇവര് വിട്ടുമാറി നിൽക്കുകയും ഹിന്ദു അല്ല മഹാസഭയോട് അതാണല്ലോ വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അതാണെന്ന് നേരത്തെ ശ്രീചിത്രൻ പറഞ്ഞത് അത് തന്നെയാണല്ലോ. ശരി, അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. താങ്കളുടെ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കേൾക്കും. അതായത് കോടതിയുടെ രേഖകളിൽ നാഥുറാം ഗോഡ്സെ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് സവർക്കറുമായിട്ടുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന കാര്യം. സവർക്കർ ഒരിക്കലും, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം സവർക്കർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു ആക്സെപ്റ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. നെഹ്റുവിന്റെ ഗവർണൻസ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഗവർണൻസ് മോഡലിനെ സവർക്കർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുകയായിരുന്നു. അത് നാഥുറാം ഗോഡ്സെ പോലുള്ള ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ വളരെ കൃത്യമാണ്. ശരി മിഥുൻ, പക്ഷേ അങ്ങനെ വരുമ്പോഴും മിഥുൻ ഞാൻ താങ്കളോട് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോഴുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏച്ച് കെട്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് സവർക്കറുടെ മനസ്സ് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മറ്റൊരിടത്തായിരുന്നു, ഈ ഗാന്ധിക്കെതിരെ ആയിരുന്നില്ല എന്നൊക്കെ ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും പിന്നീട് ഇങ്ങോട്ട് RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കുന്ന നിലപാടുകൾ ഏറ്റവും ഒടുവിൽ ഈ കാലഘട്ടത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? നെയ്യാറ്റിൻകരയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നിടത്ത് എന്താണ് സംഭവിക്കുന്നത് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നിടത്ത് ഈ പറയുന്ന രീതിയിൽ BJP-കാരെത്തുന്നു, RSSകാരെത്തുന്നു, അവിടെ തടഞ്ഞു നിർത്തി മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ഗാന്ധിയുടെ പൗത്രനോടാകുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും സർ. അവിടെയാണ് താങ്കളുടെ വാദം പൂർണ്ണമായും പൊളിയുന്നത് ഡോക്ടർ ലാൽ. കാരണം ഗാന്ധിയുടെ പൗത്രൻ എന്ന ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടണം. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഇവിടെ ഒരു കലക്ടറുടെ മകനും ഒരു ചുമട് തൊഴിലാളിയുടെ മകനും ഒരു സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ കലക്ടറുടെ മകൻ പ്രിവിലേജ്ഡ് ആണ്. അവനോട് ടീച്ചർമാർ നല്ല താരതമ്യമാണ്. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഗാന്ധിയോടുള്ള നിങ്ങളുടെ വിരോധം ഗാന്ധിയുടെ പൗത്രൻ വരുമ്പോ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗാന്ധി പരമ്പരയിലെ ഇങ്ങേ തലക്കുള്ള ഒരാളെയെങ്കിലും കണ്ടുകിട്ടിയാൽ, അല്ലെങ്കിൽ ഗാന്ധിയെ ജയ് വിളിക്കുന്ന ഒരാളെയെങ്കിലും കണ്ടുകിട്ടിയാൽ നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് എന്തുകൊണ്ട്? ഡോക്ടർ ഷിജുഖാൻ മിഥുൻ വിജയകുമാർ പറയുന്ന ഈ കാര്യങ്ങൾ ഇന്നലെ നടന്ന സംഭവത്തോട് ന്യായീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമാണോ? ഞാനിവിടെ ഈ നെയ്യാറ്റിൻകരയിലിരുന്ന് തന്നെ ഈ ചർച്ചയുടെ ഭാഗമാകുമ്പോൾ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെയും ഈ പ്രദേശത്തെയും ജനങ്ങളുടെ വികാരം ഞങ്ങൾ വളരെ നേരിട്ട് ഇന്ന് മനസ്സിലാക്കിയുണ്ടായി. ഗാന്ധിയൻ ഗോപിനാഥൻ സാറിനോടും നെയ്യാറ്റിൻകരയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടുമൊക്കെ ഏറെ സ്നേഹമുള്ള ഒരു ജനതയാണ് ഇവിടെ അധിവസിക്കുന്നത്. ഗാന്ധിയൻ ഗോപിനാഥൻ സാറിൻ്റെ പ്രതിമയുടെ അനാച്ഛാദനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ തന്നെ തുഷാർ ഗാന്ധി ആക്രമിക്കപ്പെട്ടതിലുള്ള വലിയ പ്രതിഷേധം ഇവിടുത്തെ ജനങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ശ്രീ തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഞങ്ങളിവിടെ DYFI ഇന്നിവിടെ പ്രഖ്യാപിച്ചു, DYFIയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചു, തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഈ നെയ്യാറ്റിൻകരയിലെ പൗരസഞ്ചയം അദ്ദേഹത്തെ ഒരു മഹായോഗം നടത്തി ഇവിടെ ക്ഷണിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. RSSും BJPയും ഈ ധിക്കാരവും ധാർഷ്ട്യവും പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഈ നാടിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ തുഷാർ ഗാന്ധി തയ്യാറാണെങ്കിൽ ഈ നെയ്യാറ്റിൻകര പട്ടണം അദ്ദേഹത്തിന് മഹാസ്വീകരണം കൊടുക്കും. RSSൻ്റെയും BJPയുടെയും ഈ പോർവിളിക്ക് മുന്നിലൊന്നും ഞങ്ങളാരും ഭയക്കുന്നവരല്ല. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നു. BJPയുടെ പ്രതിനിധി പറഞ്ഞത് എന്താ? ശ്രീ ലാൽ ആരെയാ ചോദ്യം ചെയ്യുന്നത്? RSSനെയാണോ? RSS ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, RSS ആണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഞാൻ ഗാന്ധിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരിക്കൽ ഗാന്ധിയെ കാണാൻ അന്നത്തെ വൈസ്രോയി ഗാന്ധിയുടെ ആശ്രമത്തിലെത്തുകയാണ്. അപ്പോൾ കുറേ ആളുകൾ, പാവപ്പെട്ടവർ, പിന്നോക്ക ജനവിഭാഗത്തിൽപ്പെട്ടവർ, അധസ്ഥിതരായ മനുഷ്യർ ഗാന്ധിയെ കണ്ട് ആവലാതികൾ പറയാൻ വേണ്ടി വരിക. അപ്പോൾ ഗാന്ധി ഇവരോടെല്ലാം സംസാരിച്ച ശേഷമാണ് അന്നത്തെ വൈസ്രോയിയെ കാണാൻ മുറിയിലേക്ക് വരുന്നത്. അപ്പോൾ വൈസ്രോയി പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ വൈസ്രോയിയാണ് എന്ന് ഗാന്ധിയോട് പറയുകയാണ് സൗഹൃദമധ്യേ. അപ്പോൾ ഗാന്ധി തന്നെ കാണാൻ വന്ന് മടങ്ങിപ്പോകുന്ന ജനങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, അങ്ങേ രാജ്യത്തിൻ്റെ വൈസ്രോയി ആയിരിക്കും, പക്ഷേ രാജ്യം അവരുടേതാണ്. ഇപ്പോൾ രാജ്യത്ത് ഇന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് RSSകാരനാണ് പ്രധാനമന്ത്രിയെന്നും RSSകാരനാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയുമ്പോൾ രാജ്യം RSSൻ്റെതല്ല ലാലേ. രാജ്യം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേതും അല്ല. രാജ്യം ഇവിടുത്തെ ജനങ്ങളുടേതാണ്.
രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും ഒക്കെ നാളെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതിനേക്കാൾ വലിയ കുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അടക്കം ഇവിടെ സിംഹാസനം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഈക്വലൈസ് ചെയ്യരുത്. രാജ്യം അവരുടേതല്ല, രാജ്യം ഇവിടുത്തെ പൗരസഞ്ചയത്തിൻ്റെതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം. ഗാന്ധിയോടുള്ള ഇവരുടെ പക എന്താണ്? ഗാന്ധിയോടുള്ള പക. അപ്പോൾ പ്രധാനമന്ത്രി RSS ആണെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ വീണ്ടും ഗാന്ധിയിലേക്ക് പോവുകയാണ്. ഗാന്ധിയോട് ഒരിക്കൽ ഗുജറാത്തിൽ വെച്ചാണ്, ആശ്രമത്തിൽ വെച്ചാണ് ചില ഈ പിന്നെ ഗുണ്ടാ പ്രവർത്തനവും മതവിദ്വേഷ പ്രവർത്തനവും ഒക്കെ നടത്തുന്ന RSS ഇത് മറച്ചു വയ്ക്കാൻ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചില സന്നദ്ധ പ്രവർത്തനമൊക്കെ നടത്തുന്നു എന്ന കാര്യം അനുചരന്മാരിൽ ഒരാൾ ഗാന്ധിയോട് പറഞ്ഞു. അവർ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്ന് ഗാന്ധിയോട് പറഞ്ഞു. അപ്പോൾ ഗാന്ധി കൊടുത്തൊരു മറുപടിയുണ്ട്, ചരിത്രപരമായ മറുപടിയാണ്, RSSനോടുള്ള നിലപാട് വ്യക്തമാക്കുന്ന മറുപടിയാണ്. ഇതേ സന്നദ്ധ പ്രവർത്തനം അവിടെ ഇറ്റലിയിലെ ഫാസിസ്റ്റുകളും ജർമ്മനിയിലെ നാസികളും നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് നടത്തുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് നാസി ആളുകളും ചെയ്തിട്ടുണ്ട്, അവിടെ ഫാസിസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പും ശേഷവും ഇന്ത്യ കണ്ട വർഗീയ കലാപങ്ങളുടെ ചരിത്രം അന്വേഷിച്ചാൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച സംഘമാണ് RSS എന്ന് മനസ്സിലാവും. RSSനെ വിമർശിച്ചാൽ ലീഗൽ കോൺസിക്വൻസസ് നേരിടുമെന്നാണോ ഇവിടെ ഭീഷണി? 1000 വട്ടം ഞങ്ങൾ RSSനെ വിമർശിക്കും. ഗാന്ധി വധത്തിൽ RSSൻ്റെ പങ്ക് ചൂണ്ടിക്കാണിക്കും. ലീഗൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ ഭരണഘടനയെപ്പോലും വേട്ടയാടുന്ന ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ, നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. തുഷാർ ഗാന്ധിക്ക് എന്ത് പ്രിവിലേജ് എന്നാണ് ചോദിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. RSS വേദിയിലേക്കല്ല തുഷാർ ഗാന്ധി പോയത്. തുഷാർ ഗാന്ധി പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിലാണ് തുഷാർ ഗാന്ധി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിൽ തുഷാർ ഗാന്ധിയുടെ ഉത്തമ ബോധ്യങ്ങളാണ് വിശദീകരിച്ചത്. അത് തടയാനും അത് ചെറുക്കാനും അവിടെ പ്രകോപനം സൃഷ്ടിക്കാനും RSSന് എന്തധികാരം? ഭരണഘടനയിലെ അനുച്ഛേദം 19 ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുകയാണ്. സംഘടിക്കാനും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മൗലികമായ സ്വാതന്ത്ര്യമുണ്ട്. അതെങ്ങനെ തടയും? നിങ്ങൾ അനുച്ഛേദം 19 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് റദ്ദ് ചെയ്ത് കളഞ്ഞോ? ഇനി നാളെ മുതൽ RSSന് ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുന്നവരുടെ മുഴുവൻ നാവരിയാൻ RSS ഇറങ്ങി പുറപ്പെട്ടാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താവും? ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങളൊരു യോഗം നടത്തും, RSS ചോദ്യം ചെയ്യാൻ വന്നാൽ ഞങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഈ രാജ്യത്തെ മറ്റ് സംഘടനകളും വ്യക്തികളും അവരുടെ യോഗം സംഘടിപ്പിച്ച് RSS തടയാൻ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? RSS അങ്ങനെ തടയാൻ വന്നാൽ അതിനു മുന്നിൽ വിനീത വിധേയരായി നിൽക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ അതിന് തയ്യാറാകുന്നില്ല. RSSൻ്റെ ഭയപ്പെടുത്തലിന് മുന്നിൽ ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നില്ല. കാരണം രാജ്യം നിങ്ങളുടേതല്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ദേശീയ പതാക അതിനെ ഇവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. 947 പ്രസിദ്ധീകരിക്കപ്പെട്ട RSSൻ്റെ മുഖവാരിക ഓർഗനൈസറിൻ്റെ ലക്കങ്ങൾ എടുക്കണം. മൂവർണ്ണ കൊടി എന്ന് പറഞ്ഞാൽ 3 നിറം തിന്മയുടെ പ്രതീകമാണെന്ന് പറഞ്ഞവർ RSS. അവരിപ്പോൾ ദേശീയതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്ത് ദേശീയത? ഇവർക്ക് എങ്ങനെ എന്ത് ദേശാഭിമാനം, എന്ത് ദേശീയത? ദേശീയ പോരാട്ടത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ, ഗാന്ധിയന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, കോൺഗ്രസ്സുകാർ, സോഷ്യലിസ്റ്റുകൾ, വിപ്ലവകാരികൾ ബ്രിട്ടീഷുകാരുടെ തോക്കിനും ലാത്തിക്കും മുന്നിൽ അവരുടെ ഇടനെഞ്ചു പൊട്ടി ചോരയൊലിച്ചിട്ടുണ്ടല്ലോ. കൊതുക് കടിയേറ്റ് ചോരയൊലിച്ച് ഈ RSSന് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതുന്നതിനിടയിൽ കൊതുക് കടിയേറ്റ് പാരമ്പര്യമില്ലാത്തവരാ ഇപ്പോൾ ദേശീയത പഠിപ്പിക്കുന്നത്. വളരെ നിർലജ്ജം ഇവർ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തുഷാർ ഗാന്ധിയെ ഈ രാജ്യത്ത് പിന്നെ ലാലെ, തുഷാർ ഗാന്ധി മാത്രമല്ല ലാലെ, UR അനന്തമൂർത്തിയെ ഇവർ ആക്രമിച്ചിട്ടില്ലേ? ഇവർ വേട്ടയാടിയിട്ടില്ലേ? ഈ രാജ്യത്തെ എത്ര എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ, ആനന്ദ് പട്വർദ്ധനെ ഇവർ വേട്ടയാടിയിട്ടില്ലേ? ഇർഫാൻ ഹബീബിനെയും റോമില ഥാപ്പറെയും ഇവർ വേട്ടയാടിയിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളെ, എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ വേട്ടയാടുക,
നിശബ്ദമാക്കുക. അതാണ് ഇവരുടെ തന്ത്രം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ രാജ്യത്തെ BJP ഇതര രാഷ്ട്രീയ ചിന്താഗതിക്കാരായ എഴുത്തുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ ഇവർ തീർക്കാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർ രാജ്യം വിട്ടുപോകണം എന്ന് ഭീഷണിപ്പെടുത്തുന്നത്, അവരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇതിനൊന്നും മുന്നിൽ ശ്രീലാലെ മുട്ടുമടക്കില്ല. അതാണ് സഖാവ് പിണറായി വിജയൻ ഇന്ന് പ്രതിഷേധ രേഖപ്പെടുത്തിയത്. ഞങ്ങൾ DYFI ഈ തലസ്ഥാന ജില്ലയിലുടനീളം ഈ ഗാന്ധിയാണ് അപമാനിച്ചത്, ഗാന്ധി കുടുംബത്തെയാണ് അപമാനിച്ചത്. തുഷാർ ഗാന്ധിയെ മാത്രമല്ല, ഗാന്ധിയൻ ആശയങ്ങളെയാണ് ആക്ഷേപിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുമായി ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധം. മുഖ്യമന്ത്രി ഇന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. തുഷാർ ഗാന്ധിക്കെതിരായ സംഘപരിവാർ അതിക്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനുമെതിരായ കടന്നാക്രമണമാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും പൊതുപ്രവർത്തകനുമാണ് തുഷാർ ഗാന്ധി. അത് പ്രിവിലേജ് എന്താണെന്നുള്ളത് ആളുകൾക്കറിയാം. അത് മനസ്സിലാക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഷിജു ഖാനുമായി സംവദിച്ചത് എന്ന് ഷിജു ഖാൻ തന്നെ പറഞ്ഞല്ലോ. ഞാൻ വരാം. ശ്രീചിത്രൻ നോക്കൂ, നമുക്കറിയാം ചരിത്രപരമായ പ്രാധാന്യം എന്താണ് ഇന്ന് ഈ ദിവസങ്ങൾക്ക് എന്നുള്ളത്. ഗാന്ധിയും ഗുരുവും തമ്മിൽ നടത്തിയ സംവാദത്തിൻ്റെ, കേരള മണ്ണിൽ ഗാന്ധി എത്തിയ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ 100ാം വർഷമാണ്. ആ വർഷത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെ എത്തുന്ന തുഷാർ ഗാന്ധിക്ക് എന്താണ് പ്രിവിലേജ്, ഗാന്ധിക്ക് എന്താണ് പ്രിവിലേജ്, ഗുരുവിന് എന്താണ് പ്രിവിലേജ്? ഇതൊക്കെ തന്നെയാണല്ലോ ചോദ്യങ്ങളുടെയൊക്കെ അർത്ഥം. ഇവരൊക്കെ എന്താണ് ഈ രാജ്യത്തോട്, ഈ മണ്ണിനോട് ചെയ്തിരിക്കുന്നത്, നാടിന് നൽകിയിരിക്കുന്നത് എന്നൊക്കെ RSS ചോദിക്കുമ്പോൾ, ചിരിച്ചുകൊണ്ടല്ലാതെ ആ ചോദ്യം ചോദിക്കാൻ പറ്റില്ല, RSS ചോദിക്കുമ്പോഴാണ് അത് ഒരു ചോദ്യമായി തന്നെ വരുന്നത്. ശ്രീചിത്രൻ, ഇതിൽ ആദ്യം പറയട്ടെ, ഇപ്പോൾ എനിക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്ന് ഈ വലതുപക്ഷ പ്രതിനിധി പറയുന്നുണ്ട്. പക്ഷെ നോക്കിയാൽ മതി, ഏറ്റവും കുറച്ച് സമയം അനുവദിക്കപ്പെട്ടിരിക്കുന്ന എനിക്കാവും. പക്ഷേ എനിക്കതിൽ യാതൊരു പരാതിയുമില്ല കേട്ടോ ലാലെ. വളരെ കൃത്യമായി ചർച്ച പോകുന്നതുകൊണ്ട് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഈ VD സവർക്കർക്കുണ്ടായിരുന്നത് ഐഡിയോളജിക്കലായിട്ടുള്ള ചില ക്ലാഷുകളാണെന്ന്. ആ ഐഡിയോളജിക്കൽ ക്ലാഷുകൾ ഞാൻ കൃത്യമായി ഉദ്ധരിക്കാം. വുമൺ ഇൻ മനുസ്മൃതി എന്ന VD സവർക്കറുടെ പുസ്തകം, പേജ് നമ്പർ 126. വേദങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിന് ഏറ്റവും ആരാധ്യമായ മനുസ്മൃതി പ്രാചീന കാലം മുതൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആചാരത്തിൻ്റെയും ചിന്തകളുടെയും പ്രയോഗത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്നു. നൂറ്റാണ്ടുകളായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മീയവും ദിവ്യവുമായ മുന്നേറ്റത്തിൻ്റെ നടപടിക്രമമായി ഈ പുസ്തകം നിലനിൽക്കുന്നു. നാളെയും മനുസ്മൃതി അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതാണ്. ഇന്നും കോടിക്കണക്കിന് ഹിന്ദുക്കൾ അവരുടെ ജീവിതത്തിലും പ്രയോഗത്തിലും മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ പിന്തുടരുന്നു. ഇന്ന് മനുസ്മൃതി ഹിന്ദു നിയമമാണ്. ഹിന്ദു രാഷ്ട്രമായ നമ്മുടെ രാഷ്ട്രത്തിൽ മനുസ്മൃതിയാണ് നിയമമാക്കേണ്ടത്. VD സവർക്കർ 1. 2, ഇതേ കാര്യത്തെ പങ്കിട്ടുകൊണ്ട് സവർക്കർ അത്ര കണ്ട RSS അല്ല, RSS വേറെയാണെന്നൊക്കെ പറയും. RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ, ഡൽഹി, നവംബർ 30, 1949. 1949 നവംബർ 30 നിന്ന് ഒരു കാര്യം കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയിൽ പ്രാചീന ഭാരതത്തിലെ അതുല്യമായ ഭരണഘടനാ വികാസത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. സ്പാർട്ടയിലെയും പേർഷ്യയിലെ സോളനും ഒക്കെ വളരെ മുൻപാണ് മനുവിൻ്റെ നിയമങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇന്നും ലോകത്തിൻ്റെ ആദരവ് ഉദ്ദീപിപ്പിക്കുന്ന മനുസ്മൃതി സ്വതസിദ്ധമായി അനുസരണയും വിധേയത്വവും പിടിച്ചുപറ്റുന്നു. നമ്മുടെ ഭരണഘടനാ പണ്ഡിതർക്ക് മാത്രം അത് നിരർത്ഥകമായി തോന്നുന്നു. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും അനുസരണയും വിധേയത്വവും പിടിച്ചുപറ്റുന്ന മനുസ്മൃതിയുടെ ആശയങ്ങൾ നിയമമാക്കേണ്ടത് അനിവാര്യമാണ്. ഓർഗനൈസർ. ഇതാണ് ഐഡിയോളജിക്കൽ ചേഞ്ച്. ഇതിൻ്റെ പേരാണ് ഇന്ത്യയെ കാർന്ന് തിന്നുന്ന അർബുദം എന്ന് തുഷാർ ഗാന്ധി പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. 1. ഇനി 2, RSS എങ്ങനെയാണ് ഇന്ത്യയെ കാർന്ന് തിന്നുന്ന അർബുദമായിരിക്കുന്നത്? ഞാൻ എണ്ണമിട്ട് പറയാം. അവർ നടത്തിയിരിക്കുന്ന ഭീകരവാദ ആക്രമണങ്ങളെക്കുറിച്ച് മുഴുവൻ പറയാൻ നിൽക്കുന്നില്ല. 1983 മുംബൈ സ്ഫോടനം നടക്കുന്നു. 1969 അഹമ്മദാബാദിൽ സ്ഫോടനം നടക്കുന്നു. 1970 ഭീവണ്ടിയിൽ ജലാഗൺ സ്ഫോടനം നടക്കുന്നു. തലശ്ശേരിയിലെ കലാപം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 71-72 സമയത്ത് നടക്കുന്ന തലശ്ശേരി കലാപത്തിന്റെ സംഭവം ഓർമ്മയുണ്ടാവും. 1979 ജംഷഡ്പൂർ കലാപം നടക്കുന്നു. ഇതെല്ലാം പോലീസ് റിപ്പോർട്ടുകളുള്ളതാണ് RSS പങ്കിനെ കുറിച്ച്, അല്ലാതെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഭാവനയിൽ നിന്നുകൊണ്ടല്ല. അപ്പോൾ ജലാഗൺ സ്ഫോടനം, ഭീവണ്ടിയിൽ നടക്കുന്ന 70 സ്ഫോടനത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായി RSS ഭാരവാഹികളായ RSS പ്രവർത്തകരായ ആരൊക്കെയാണ് അന്ന് ശിവജിയെ അകമ്പടി സേവിക്കുന്നു എന്ന പേരിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അക്രമാസക്തരായി പെരുമാറിക്കൊണ്ട് അവിടെയുള്ള പള്ളിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്, ഇത് എത്രയോ ഭീകര സംഭവങ്ങളുടെ തെളിവുകൾ. ഗോദ്ര ഇൻസിഡന്റിനെ, ഗോദ്ര സംഭവത്തെ വളച്ചൊടിച്ചത്, ഗുജറാത്തിൽ 2002 നടന്ന ഭീകരമായ ഗുജറാത്ത് വംശഹത്യയുടെ സംഭവം, ഇങ്ങനെ അനവധി സംഭവങ്ങൾ. ഏറ്റവും അവസാനം
അടിസ്ഥാനം രാമജന്മഭൂമി എന്ന പേരിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ അടിസ്ഥാനമായ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നായി പ്രവർത്തിച്ചത് RSS ആണ് എന്ന് RSS തന്നെ അഭിമാനപൂർവ്വം വ്യക്തമാക്കുന്നതാണ്. RSSന്റെ വെബ്സൈറ്റിൽ കയറി നോക്കൂ, അവർ അഭിമാനത്തോടെ പറയും ഞങ്ങളൊരു പള്ളി പൊളിച്ചതിന്റെ ചരിത്രം അഭിമാനത്തോടെ സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടനയും നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. ഒരു പള്ളി പൊളിച്ചതിന്റെ സംഭവം, അവിടെ ഒരു അമ്പലം കെട്ടിയതിന്റെ സംഭവം സ്വന്തം വെബ്സൈറ്റിൽ അഭിമാനത്തോടെ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു സംഘടന ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഘടന ഇന്ത്യയെ കാർന്നു തിന്നുന്ന അർബുദമല്ലാതെ മറ്റെന്താണ്? ഇതാണ് തുഷാർ ഗാന്ധി പറഞ്ഞത്. ഇനി ഇന്നലത്തെ കാര്യം ഓർക്കൂ. ഇന്നലത്തെ സംഭവം യഥാർത്ഥത്തിൽ ഇന്നലത്തെ ദിവസം എന്തായിരുന്നു? ഗാന്ധിയും ഗുരുവുമായി കണ്ടുമുട്ടിയ ദിവസം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ശിവഗിരിയിൽ ഗാന്ധിയും ഗുരുവും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ മുഹൂർത്തത്തിലാണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയെപ്പറ്റി, ജാതിയുടെ വേരറക്കുന്ന ഗുരുവിൻ്റെ ചിന്തയുടെ വെളിച്ചം ഗാന്ധിയിലേക്ക് കൂടി പ്രവഹിച്ച ഒരു ദിവസമാണത്. ഗാന്ധിയുടെ അവസാന കാലത്തെ ഈ രാഷ്ട്രീയ ഹിന്ദുത്വത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത പോരാട്ടത്തിന് മുഴുവൻ ധാതുവീര്യമായി തീർന്ന അതിനും ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് നടന്ന കേരളത്തിലെ 2 പതിറ്റാണ്ടിനപ്പുറം നടന്ന കേരളത്തിലെ അതുല്യമായൊരു സംഭവത്തിന്റെ സ്മരണയായിരുന്നു ഇന്നലത്തെ ദിവസം. ആ ദിവസമാണ് അവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ വഴിയിൽ തടഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നത്. എന്ത് ന്യായമാണ് ഇവർക്ക് പറയാനുള്ളത്? അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കണം എന്ന് ഉദ്ദേശിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ മറ്റൊരു കാര്യം പറയാം. അഭിജിത്ത് ജോഗ് എന്ന് പറയുന്ന ഒരു കക്ഷി കഴിഞ്ഞ വർഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ചേർന്നുകൊണ്ടാണ് നാഗ്പൂരിൽ വെച്ച് അതിന്റെ പ്രകാശനം നടന്നത്. പുസ്തകത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ടെമറിറ്റ്സ് ഹൗ ദ ലെഫ്റ്റ് ഈസ് ഡിസ്ട്രോയിങ് ദ വേൾഡ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷം ലോകത്തിനെ കാർന്ന് തിന്നുന്ന ചിതലുകളായിരിക്കുന്നത്. ഇതാണ് അഭിജിത്ത് ജോഗ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം. കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്നത് ലോകത്തെ കാർന്ന് തിന്നുന്ന ചിതലുകൾ എന്നാണ്. ഈ അഭിജിത്ത് ജോഗിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട RSSന്റെ സർസംഘചാലകടക്കം മോഹൻ ഭാഗവത് അടക്കം പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ വിശേഷിപ്പിക്കാനുള്ള ഏറ്റവും മികച്ചൊരു വാക്ക് ചിതലുകൾ, ഇന്ത്യയെ കാർന്ന് തിന്നുന്ന ചിതലുകൾ എന്ന വാക്ക് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഈ അഭിജിത്ത് ജോഗ് തന്നെ കേരളത്തിൽ വന്നെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ മറ്റാരെങ്കിലും ആവട്ടെ അദ്ദേഹത്തെ വഴിയിൽ തടയുകയാണോ ചെയ്യുക? അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ അദ്ദേഹം പറയട്ടെ. അതിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ധീരതയും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടെന്ന ഉറച്ച വിശ്വാസം ഇവിടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവും. അദ്ദേഹം എന്തു പറഞ്ഞാലും അതിന് കൃത്യമായ, ഞാൻ ഈ പറഞ്ഞതുപോലെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നമ്മുടെ നാട്ടുകാർക്കറിയാം. RSSകാർ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അവർ മറ്റൊരു യോഗം കൂടാം. ആ യോഗത്തിൽ വളരെ കൃത്യമായി തുഷാർ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾ അവർക്ക് ഉന്നയിക്കാം. അവർ തുഷാർ ഗാന്ധി പറയുന്ന എല്ലാം തെറ്റാണെന്ന് പറയാം. ശരിയാണ്, തുഷാർ ഗാന്ധിക്ക് എന്നല്ല ഒരു വ്യക്തിക്കും പ്രത്യേകിച്ച് യാതൊരു പ്രിവിലേജുമില്ല. ഗാന്ധി പോലും അവസാന കാലം വരെ ഒരു പ്രത്യേക പ്രിവിലേജും അനുഭവിക്കാതെ പ്രിവിലേജുകൾക്കെതിരെ ജീവിതം മുഴുവൻ ഒരു വലിയ യുദ്ധം പോരാട്ടം നടത്തിയ വ്യക്തിയുടെ പേരാ ഗാന്ധി എന്ന് തന്നെ. അദ്ദേഹത്തിന്റെ ചെറുമകനും അതില്ല. അവർക്ക് അങ്ങനെ ജനാധിപത്യപരമായി അവരുടെ അഭിപ്രായം പറയാം. അതാണല്ലോ ഇന്നലെ ഓർമ്മിക്കുന്ന ഗുരു പറഞ്ഞ യാഥാർത്ഥ്യം. ഒരു സംവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നത് അവർ കുഞ്ഞിക്കണ്ണന് പറയാനുണ്ടെങ്കിൽ, വാഗ്ഭടാനന്ദനുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞിക്കണ്ണന് പറയാനുള്ളത് എന്ന് വെച്ചാൽ വാഗ്ഭടാനന്ദന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു, നമുക്ക് പറയാനുള്ളത് നമുക്കും പറയാമല്ലോ എന്നാണ്. അതാണ് സംവാദത്തിന്റെ അടിസ്ഥാനം, അതാണ് ജനാധിപത്യം. വഴിയിൽ തടഞ്ഞു നിർത്തി മാപ്പ് പറയാതെ പോവാൻ അനുവദിക്കില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് ജനാധിപത്യപരമായ സമരമാണുള്ളത്? ഒരു ജനാധിപത്യപരമായ സമരവുമില്ല. അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പ്രതിരോധം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടതാണ്. പേടിപ്പിച്ചുകൊണ്ടോ നിശബ്ദരായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടോ ലീഗൽ കോൺസിക്വൻസസ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ വഴിയിൽ തടയും എന്ന് ഇതൊക്കെ ഒരുപാട് കേട്ടതല്ലേ. ഇതുകൊണ്ടൊന്നും ഈ നാട്ടിലെ ജനാധിപത്യവാദികൾ, മതനിരപേക്ഷവാദികൾ, രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള കേരളം മുട്ടുമടക്കുമെന്ന് ദയവ് ചെയ്ത് RSS കരുതരുത്. ഇത് അനേകം തവണ പറഞ്ഞതാണ്, അനേകം തവണ കേരളം ഇവരെ ഓർമ്മിപ്പിച്ചതാണ്, വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നു. മിഥുൻ വിജയകുമാർ പറഞ്ഞത് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്, മാപ്പ് പറയണം എന്നാണ് പറയുന്നത്, ജനാധിപത്യമാണ് അതൊക്കെ എന്നാണ് പറയുന്നത്. ലീഗൽ കോൺസിക്വൻസ്, ഈ ചർച്ച തുടങ്ങിയത് താങ്കൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്, ലീഗൽ കോൺസിക്വൻസസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. 1.5 മിനിറ്റ് താങ്കൾക്കുണ്ട്. ഇതാണോ അപ്പം നിലപാട്? താങ്കൾക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇത്രയും ആളുകൾ പല കാര്യങ്ങളും പല ലിറ്ററേച്ചറും കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പോലും ഇവിടെ RSSന് ഗാന്ധി വധത്തിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കൃത്യമായ ഉത്തരമില്ല. അവിടെയാണ് ലീഗൽ കോൺസിക്വൻസ് ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ RSSന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നു, RSSന് ഗാന്ധി വധത്തിലെ ബന്ധം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പം RSSന് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വളഞ്ഞ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് CPM-നുള്ള ബന്ധങ്ങളൊക്കെ പറയാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി എത്ര അധികം ആരാധിക്കുന്ന ആളുകളായി മാറി CPM എന്ന് മുതൽക്കാണത്
ഒരു ബൂർഷ്വാ റിയാക്ഷണറി എന്ന് ഗാന്ധിയെ വിളിച്ച ആളുകളാണ് ഇന്ന് ഇവിടെ വന്നിരുന്ന് ഗാന്ധിയുടെ ഐഡിയോളജി എത്രയധികം എന്താ പറയാ പ്രശംസിക്കുന്നത്. EMS പോലും ഗാന്ധിയുടെ ഐഡിയോളജിയോട് വളരെ എതിർപ്പായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞു നിർത്തി, അല്ലെങ്കിൽ തുഷാർ ഗാന്ധിക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് RSS നടത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണ് ഇവിടെ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ താങ്കളോട് തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ച ഒരു ചെറിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഗവർണറെ ആക്രമിക്കാൻ നോക്കുകയും അസഭ്യമായിട്ടുള്ള വളരെ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ അലൗഡ് ആണ്, അതൊക്കെ നമ്മുടെ നാട്ടിൽ അലൗഡ് ആണ്. അതിനൊന്നും ആർക്കും ഈ പറഞ്ഞ പോലെ ഒരു പ്രതിഷേധമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ തുഷാർ ഗാന്ധിക്ക് എന്തോ ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ കിട്ടണം, കാരണം അദ്ദേഹം ഗാന്ധിയുടെ കൊച്ചുമകനാണ്. അപ്പൊ ആ കൊച്ചുമകൻ എന്ന് പറയുന്ന പ്രിവിലേജ്, അവിടെയാണ് പ്രശ്നം ഡോക്ടർ ലാൽ. അതിനാണ് താങ്കൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. താങ്കളുടെ ഐഡിയോളജി വളരെ ഫ്ലോഡ് ആണ്. താങ്കൾ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചതും ഈ പറഞ്ഞ ആളുകളൊക്കെ സംസാരിച്ച അവരുടെ ലെഫ്റ്റ് ലിബറൽ ഐഡിയോളജിയെ കുറിച്ചല്ലേ? ആ ഐഡിയോളജിയുടെ ഏറ്റവും വലിയ ശരി, ഡോക്ടർ ഷിജു ഖാൻ, ഞാനാണിപ്പോ പ്രതിസ്ഥാനത്തുള്ളത്. ഞാൻ ചോദ്യം ചോദിക്കാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താങ്കളോടും ചോദ്യം ചോദിക്കുന്നു. ഇതാണ് അവസാനം മിഥുൻ വിജയകുമാർ മനസ്സിലാകുന്നത് എന്ന് പറയുമ്പോൾ കേരളത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ RSSന് പറയാനുള്ളത് ഇതൊക്കെയാണ്. എന്താണ് അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ പറയുക? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ സമയമില്ല, ദയവായി ഞാൻ അവസാന സമയം ഉണ്ടെങ്കിൽ തരാം. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളെ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചല്ലോ. അപ്പൊ അതിനൊന്നും മറുപടി വേണ്ടേ? അപ്പം ഞാനിവിടെ RSSന്റെ ഐഡന്റിറ്റി എന്താണ് എന്നൊരാൾ ചോദിച്ചു. അതാണ് പറഞ്ഞത്. അതോടൊപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരുമൊക്കെ പ്രിവിലേജ്ഡ് ആണല്ലോ. സ്വാഭാവികമായും ഭരണ സംവിധാനങ്ങളുടെ ഭാഗമായിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങളോ പ്രതിഷേധമോ ഒക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. പ്രിവിലേജ്ഡ് ആണ് ഗവർണറെ പോലുള്ളവർ. അപ്പോൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും ഒക്കെ രേഖപ്പെടുത്തും. തുഷാർ ഗാന്ധി ഗവർണറാണോ? തുഷാർ ഗാന്ധി ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന ആളാണ്? തുഷാർ ഗാന്ധിക്കെതിരായിട്ട് മുൻകൂട്ടി RSSും BJPയും ഇവിടെ നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചോ? അത്ര വലിയ ധീരന്മാരാണ് എങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിരുന്നില്ലേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചോ? ഈ നെയ്യാറ്റിൻകരയിലും തലസ്ഥാന ജില്ലയിലും തുഷാർ ഗാന്ധി വരുമ്പോൾ ഞങ്ങൾ തടയും എന്ന് BJPയും RSSും പ്രഖ്യാപിച്ചോ മുൻകൂട്ടി? അത്ര വലിയ വീരശൂര പരാക്രമികളായിരുന്നെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ലല്ലോ. ഇത് ഈ ഒളിച്ചും പാത്തുമിരുന്ന് ഗൂഢാലോചന നടത്തി വന്ന് തടയാനും ആക്രമിക്കാനും ശ്രമിക്കുന്നവരാണ്. അവരാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. പിന്നെ ഗാന്ധിയും ഞങ്ങളുമായിട്ടുള്ള സംവാദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളും ഗാന്ധിയുമായി ഒട്ടനേകം സംവാദങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിയന്മാരും തമ്മിലും, കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിലും, കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിയുമായി തമ്മിൽ ഒട്ടനേകം സംവാദങ്ങളുണ്ടായിരുന്നു. ഒട്ടനേകം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യസ്തതകളും ഉണ്ടായിരുന്നു. അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമല്ലേ? നിങ്ങൾ ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിലല്ലല്ലോ വിശ്വസിച്ചത്. നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയല്ലേ ചെയ്തത്. ഞങ്ങൾ അഭിപ്രായങ്ങളും വ്യത്യസ്തതയും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കും, അത് തുറന്ന് സംസാരിക്കും. നിങ്ങൾ വെടിവെച്ചല്ലേ കൊന്നത്? വെടിവെച്ച് കൊന്നവർ കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കും. നിങ്ങൾക്ക് എന്ത് യോഗ്യത? തോക്ക് കൊണ്ടല്ലേ നിങ്ങൾ മറുപടി പറഞ്ഞത് ഗാന്ധിയോട്? RSSും സംഘപരിവാറും തോക്ക് കൊണ്ട് മറുപടി. ഞങ്ങൾക്കിപ്പോഴും സംവദിക്കേണ്ട വിഷയങ്ങളിൽ ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. ഞങ്ങൾ ജനാധിപത്യ സംവാദങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ നേരത്തെ ശ്രീ ലാൽ ഒരു കാര്യം കൂടി ലാൽ ഒരു കാര്യം കൂടി, ഞങ്ങൾ ചൈനയും ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾ ചൈനയോടൊപ്പമാണ് ചേർന്നതെന്നും ഞങ്ങൾ ചൈനീസ് ചാരന്മാരുമാണെന്നൊക്കെ ഈ ചർച്ചയിൽ പറയുകയാണ്. ഞങ്ങളെ ചൈനീസ് ചാരന്മാരെന്ന് വിളിച്ചാൽ ലീഗൽ കോൺസിക്വൻസസ് അങ്ങോട്ടും നേരിടേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാരെ ചൈന ചാരന്മാരെന്ന് വിളിച്ചാൽ ലീഗൽ കോൺസിക്വൻസസ് അങ്ങോട്ടും നേരിടേണ്ടി വരും. ഞാൻ ഉറപ്പിച്ചു പറയാം. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? ഞങ്ങളുടെ സ്റ്റാൻഡ് അയൽരാജ്യങ്ങളുമായി സമാധാനപരമായ സഹവർത്തിത്വം. വളരെ സയന്റിഫിക് ആയ പ്രതിരോധങ്ങൾ രാജ്യത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ജനാധിപത്യം എന്ന ടൈറ്റിലും കൊടുക്കുന്നുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ ശ്രീജിത്ത്, ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യമല്ല, സംസാരം എന്ന് പറയുന്ന കാക്കഫോണി, കലവില മാത്രമായി തീർക്കാൻ അത് മാത്രമേ RSSന് അറിയൂ. ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, ഇവർ ജനാധിപത്യവാദികളല്ല എന്നതിനൊരു ഒറ്റ കാര്യം ഓർത്താൽ മതി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുക്കുക പോയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ജാഥ നടക്കുന്ന സമയത്ത് വഴിയിൽ നിന്നുകൊണ്ടൊരു നീർക്കോലി കടിച്ച് മരിച്ച ഒരാളുടെ പേര് പോലും ഇവർക്ക് ചരിത്രത്തിൽ പോലും പറയാനില്ല. ഇവരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട നേതാവായ ഡോക്ടർ ജി എന്ന് വിളിക്കുന്ന ഹെഡ്ഗേവാർ
പവാർജി തന്നെ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്ത് ഊർജം കളയരുതെന്നാണ്. അങ്ങനെ ഊർജം കളയാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ഇപ്പോൾ മേലനങ്ങാതെ കുപ്പായം ഇട്ട് വന്നിരുന്ന് ഗാന്ധിയുടെ ചെറുമകൻ അവരെയൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തുക, വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക, തങ്ങൾക്ക് തോന്നുന്നത് പോലെ എന്ത് തരം ഭീകര പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടത്താം, അതൊക്കെ നടത്തിക്കഴിഞ്ഞ് സാംസ്കാരിക സംഘടന എന്ന് അവകാശപ്പെടുക, ഇതിനൊക്കെയുള്ള അവകാശമുണ്ടെന്നാണ് RSS ധരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട് ഇതിനൊന്നും മുട്ടുമടക്കുന്നവരല്ല. ഇതിന്റെ ഒന്നും മുന്നിൽ ഇത്തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങൾക്ക് മുന്നിലോ ആക്രമണങ്ങൾക്ക് മുന്നിലോ നമ്മൾ മുട്ടുമടക്കില്ല. നമ്മൾ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സംവാദത്തിന്റെയും സഹിഷ്ണുതയുടെയും വലിയ യാഥാർത്ഥ്യങ്ങളെ, വലിയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഇന്ന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം നേടി തന്ന ആളുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചത് അതാണ്. അങ്ങനെ തന്നെ പെരുമാറുമ്പോഴാണ് നമുക്ക് രാജ്യത്തോട് സ്നേഹമുണ്ടാകുക. ആ രാജ്യസ്നേഹികളാകാനാണ് ഇവിടെ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അല്ലാതെ രാജ്യസ്നേഹമുണ്ടെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ് അങ്ങനെ ഒരു മതം പോലെ ആ രാജ്യസ്നേഹത്തെ ആക്കി മാറ്റി വരുന്ന ആളുകളൊക്കെ, സംസാരിക്കുന്ന ആളുകളെയൊക്കെ തടഞ്ഞു നിർത്തി മാപ്പ് പറയിക്കാൻ ശ്രമിക്കുന്ന ഒരു ദേശസ്നേഹവും നമ്മൾ ആരും അംഗീകരിക്കില്ല. കേരളം പ്രത്യേകിച്ച് അംഗീകരിക്കില്ല എന്നാണ് ഇന്ന് കേരളം പ്രതികരിച്ച രീതിയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, ഒപ്പം ശ്രീ മിഥുൻ വിജയകുമാർ, ശ്രീ ചിത്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.